ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് കുറച്ച് സമയം കൂടി ദൈവസന്നിധിയിലിരിക്കാം. ചില ആഴ്ചകൾക്ക് മുമ്പ് സഹോദരൻ കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ഒരു സന്ദേശം, അതിൻ്റെ അടിസ്ഥാനത്തിലൊരു സന്ദേശം നമുക്ക് തന്നിരുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-22 വാക്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. മുമ്പേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടാകുന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തൻ്റെ ജഡശരീരത്തിൽ തൻ്റെ മരണത്താൽ നിരപ്പിച്ചു. അപ്പോൾ നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുവാനായിട്ട്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിൽക്കേണ്ടതിന് നമ്മളിൽ ആവശ്യം വേണ്ടുന്നതായിട്ടുള്ള യോഗ്യത എന്ന് പറയുന്നത് 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരും. എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊലോസ്യർക്ക് എഴുതുമ്പോൾ അത് കുറ്റമില്ലാത്തവരും എന്ന ഒരു വിശേഷണം കൂടി അവിടെ ചേർക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മളിങ്ങനെ മുമ്പോട്ട് പോയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ നിലയിൽ ദൈവസന്നിധിയിൽ നിൽക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കർത്താവ് ഇനി 1 വർഷം കഴിഞ്ഞ് വരികയാണ്. 1 വർഷം കഴിഞ്ഞ് വരുമ്പോൾ, അതല്ല എങ്കിൽ നമ്മൾ എന്നാണ് മരിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുക എന്നറിയില്ല. നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ 10, 15, 20, 30, 40 വർഷമായി നമ്മൾ ഈ ജീവിതം ആരംഭിച്ചിട്ട് ഈ 40 വർഷം കൊണ്ട് എത്തിപ്പെടാൻ കഴിയാത്തതായിട്ടുള്ള ഒരു കാര്യം ഇനി 1 വർഷമോ 2 വർഷമോ 3 വർഷമോ നമുക്ക് ലഭിച്ചാൽ നമുക്കവിടെ എത്തിപ്പെടാൻ കഴിയും എന്ന് ചിന്തിക്കുന്നുണ്ടോ? ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? പറ്റുമോ? പറ്റിയല്ലേ? ഈ ഭാര്യാഭർത്താക്കന്മാരെ കുറിച്ച് ജോസഫിന് എപ്പോഴും പറയും, ഞാൻ അങ്ങനെ പറയാറില്ല, ഇന്നൊന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കണം എന്നുള്ളതാണ് പ്രമാണം. ദൈവം വെച്ചിരിക്കുന്നതായിട്ട് നിലവാരം അതാണ്. കർത്താവ് വരുന്നതിന് മുമ്പ് ഭർത്താക്കന്മാരായിട്ടുള്ള ആളുകൾക്ക് ഈ കർത്താവ് സ്നേഹിച്ചതുപോലെ, സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യയെ സ്നേഹിക്കുന്ന ഒരു തലത്തിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയുണ്ടോ? ടോണി സഹോദരൻ ഇങ്ങനെയൊക്കെ കാണിച്ചു, എന്താ അർത്ഥമെന്ന് എനിക്കറിയില്ല. ശരി, ഭാര്യമാരോട് ചോദിക്കുക, സഭ കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ സ്വന്തം ഭർത്താവിന് കീഴടങ്ങിയിരിക്കാനായിട്ട് സാധിക്കുമോ? നിലവാരം അതാണ്. അപ്പോൾ ഏത് നിലവാരം വരെ നാം കീഴടങ്ങിയിരുന്നാൽ അല്ലെങ്കിൽ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ മുമ്പിൽ സ്വീകാര്യമാണ് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല. വചനം വെച്ചിരിക്കുന്ന പ്രമാണം എന്ന് പറയുന്നത് ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ. അപ്പോൾ അതിനകത്ത് വെള്ളം ചേർത്തൊരു നിലവാരം വെച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോയാൽ ഒരു കാരണവശാലും അത് ദൈവം മുമ്പാകെ സ്വീകാര്യമായിട്ടുള്ള കാര്യമല്ല. അപ്പോൾ എന്താ ചെയ്യുക? ഒരു പേടി വന്നോ? പേടി വന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ ഈ യോഗ്യതകൾ വേണം താനും. അവൻ്റെ പ്രത്യക്ഷതയെങ്കിൽ വിശുദ്ധരും നിഷ്കളങ്കരും, കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട, നിത്യതയിലേക്ക് പോകുന്നതിന് നമുക്കുണ്ടായിരിക്കേണ്ടതായിട്ടുള്ള യോഗ്യതകളാണിത്. ഒരു പാപിയെ സ്വർഗത്തിലേക്ക് ഒരിക്കലും ദൈവം സ്വീകരിക്കില്ല. സ്വർഗത്തിൽ പാപികളെ സ്വീകരിക്കില്ല. അപ്പോൾ പിന്നെ ആർക്കവിടെ പോകാനായിട്ട് കഴിയും? അല്ലേ? ഇത് കഠിന വാക്ക്. ശരി, നമുക്ക് നാം വായിച്ചു നിർത്തിയതിൻ്റെ താഴെയുള്ള ഒരു വാക്യം കൂടി വായിക്കാം. 23-ാമത്തെ വാക്യം, കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 23-ാമത്തെ വാക്യം.
ആകാശത്തിൻ കീഴെ സകല സൃഷ്ടികളുടെയും ഇടയിൽ ഘോഷിച്ചും പൗലോസ് എന്ന ഞാൻ ശുശ്രൂഷകനായി തീർന്നും നിങ്ങൾ കേട്ടുമിരിക്കുന്ന സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് നിങ്ങൾ ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. എങ്ങനെ? ആരുടെ മുമ്പിൽ നിൽക്കും? ഇപ്പോൾ ഒരു ശ്വാസം വിട്ടു അല്ലേ? ശ്വാസം വീണോ? എല്ലാവർക്കും ശ്വാസം വീണോ? ശ്വാസം നിലയ്ക്കേണ്ട കാര്യം ഞാൻ ഈ വീണ്ടും പറയും. അപ്പോൾ ഇവിടെ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. എങ്ങനെ? വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി അവന്റെ മുമ്പിൽ നിൽക്കും. അതിനുള്ള വഴി എന്താ അവിടെ പറഞ്ഞേക്കണേ? എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് ഇവിടെ? ഒന്ന്, സുവിശേഷത്തിന്റെ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരും. സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താ? സുവിശേഷത്തിന്റെ പ്രത്യാശ എന്താ? സ്വർഗത്തിൽ നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതായ അവകാശം. അതാണ് സുവിശേഷത്തിന്റെ പ്രത്യാശ. ആ അവകാശം ആണ് നമ്മുടെ മുമ്പിൽ ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ ആ പ്രത്യാശയിൽ നിന്ന് ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരും സ്ഥിരതയുള്ളവരുമായി എന്ന് വെച്ചാൽ നമ്മുടെ എപ്പോഴുമുള്ള നമ്മുടെ നോട്ടം ആ പ്രത്യാശയിലേക്കായിരിക്കണം. ഏത്? സ്വർഗത്തിൽ നമുക്ക് ദൈവം വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ പ്രത്യാശ. അവിടെ മാത്രം നമ്മൾ നോക്കണം. അവിടെ നിന്ന് ഇളകാനോ അല്ലെങ്കിൽ സ്ഥിരതയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കടൽത്തിരയ്ക്ക് സമനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി ഉലയുന്ന കടൽത്തിരയ്ക്ക് സമയായിട്ടോ അല്ലാതെ അവിടെ നമ്മുടെ നോട്ടം ഫിക്സ് ചെയ്യണം. എവിടെ? നിത്യതയിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള പ്രത്യാശ. ഈ അടുത്തിടെ എനിക്ക് പരിചയമുള്ളതായിട്ടുള്ള ഒരാളുടെ മകനൊരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു. അപ്പം അവരുടെ പെട്ടെന്നുള്ള പ്രതികരണം, ഒരു നിലപാടുകളും വല്ലതും മാറ്റിയൊന്നറിയില്ല. ഇനി ഞങ്ങൾ സഭയിലേക്കില്ല. ഞങ്ങളുടെ മകന് ഒരു അപകടം വരുത്തി മരണാസന്ന നിലയിലേക്കായി. ആ കുഞ്ഞ് മരിച്ചുപോയി, ഇന്നലെ മരിച്ചുപോയി. മരണാസന്നനായ ഒരു സമയത്ത് അവൻ്റെ മാതാപിതാക്കൾ പറഞ്ഞതായിട്ടുള്ള കാര്യമാണ്, ഇനി ഞങ്ങൾ സഭയിലേക്കില്ല, ഈ ദൈവത്തെയും ഞങ്ങൾക്ക് വേണ്ട. അപ്പോൾ അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ആ നിത്യതയിലാണോ? അല്ല. ഇളകാതെ അടിസ്ഥാനമുറപ്പിച്ചതായ നിത്യതയിലുള്ള പ്രത്യാശയായിരുന്നു ഒരാൾക്കുള്ളതെങ്കിൽ ഇങ്ങനെ ഒരു വാക്കൊരിക്കലും ഒരാളുടെ വായിൽ നിന്ന് വരുവാനായിട്ട് കഴിയുന്നതല്ല. അതിനെക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിനെ ഭോഷ്കു പറയാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ ഏത്? നമുക്ക് മുമ്പിൽ വെച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു പ്രത്യാശ. ആ പ്രത്യാശ നമ്മുടെ ആത്മാവിന് ഒരു നങ്കൂരം. നങ്കൂരത്തിനെ കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? കപ്പലൊക്കെ എവിടെയെങ്കിലും നിർത്തിയിടണമെങ്കിൽ അതിന് ഒരു നങ്കൂരമുണ്ട്. ആ നങ്കൂരം എന്ന് പറഞ്ഞാൽ ടൺ കണക്കിന് തൂക്കമുള്ളതാണ്. കപ്പല് വെള്ളത്തിൽ കിടന്നാൽ കാറ്റ് വരുമ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങിപ്പോവും. അപ്പോൾ കാറ്റ് വന്നാലും ഒരുമാതിരി ഏത് കാറ്റ് പിടിച്ചാലും ഈ കപ്പൽ ആ കിടന്ന സ്ഥാനത്ത് തന്നെ കിടക്കണമെങ്കിൽ അതിനെ പിടിച്ച് കരയിലൊന്നും ഒരു വള്ളി കൊണ്ടൊന്നും പിടിച്ചു കിട്ടിയാൽ അത് നിൽക്കില്ല. അപ്പോൾ അതിന് നങ്കൂരം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് ടൺ കണക്കിന് തൂക്കമുണ്ട്. അത് നങ്കൂരം കടലിലേക്ക് ഇട്ട് കടലിൽ പോയി അത് അവിടെ ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കപ്പൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയില്ല. അതുപോലെ തന്നെ ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വെച്ചിരിക്കുന്നതായിട്ടുള്ള നിത്യതയിൽ വെച്ചിരിക്കുന്നതായിട്ടുള്ള ആ പ്രത്യാശയാണ് നമ്മുടെ നങ്കൂരം എന്ന് പറയുന്നത്. നങ്കൂരത്തിൻ്റെ ഉപയോഗം എന്താ? നമ്മൾ ആടി ഉലഞ്ഞ് വിശ്വാസത്തിൽ നിന്നും നമ്മൾ പോകാതെ ഇരിക്കാനായിട്ട് നമ്മെ ഉറപ്പിച്ചു നിർത്തേണ്ടതായ കാര്യമെന്ന് പറയുന്നത് ആ പ്രത്യാശയാണ്.
പ്രിയമുള്ളവരെ, നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്? സങ്കടകരമായ ഒരു കാര്യം, ഇന്ന് ലോകത്തിൽ വിശ്വാസികൾ എന്ന് പറയുന്നവരായ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പ്രത്യാശ എന്ന് പറയുന്നത് ഈ ലോകത്തിലെ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങളിൽ കെട്ടപ്പെട്ട് കിടക്കുകയാണ്. അത് അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളെക്കുറിച്ച് ചോദിച്ചാൽ അവരുടെ ഉത്തരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവർ സ്തോത്രം പറയുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ശ്രദ്ധിച്ചാൽ അവരുടെ സ്തോത്രത്തിൻ്റെ വാക്കുകളിൽ അത് തന്നെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനയിൽ അതാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയിലും നമ്മുടെ സ്തുതി സ്തോത്രങ്ങളിലും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലുമെല്ലാം പൊങ്ങി വരുന്നതായ ഏറ്റവും വലിയ തെറ്റ് എന്ന് പറയുന്നത്, നമ്മളുടെ നങ്കൂരം നമ്മൾ ആ നിത്യതയിലെ പ്രത്യാശയിലല്ല വെച്ചിരിക്കുന്നത്, മറിച്ച് ഈ ലോകത്തിലെ നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ്. ഒരാഗ്രഹം നങ്കൂരം നമ്മുടെ ഒരു മോഹത്തിൻ്റെ മേൽ ഇട്ട് കഴിഞ്ഞാൽ ആ മോഹം നമുക്ക് നടന്നില്ലെങ്കിൽ ആ നങ്കൂരം അവിടെ നിന്ന് ഇളകി നമ്മളുടെ കപ്പൽ ആടി ഉലയുവാനായിട്ട് തുടങ്ങുകയാണ്. നമ്മുടെ ജീവിതപ്പടക് ആടി ഉലയുവാനായിട്ട് തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, ഈ ലോകത്തിലേക്ക് നോക്കിക്കൊണ്ട്, ഈ ലോകത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് ഒരു സ്ഥിരതയുള്ള ഇളകാത്തതായിട്ടുള്ള ഒരു പ്രത്യാശ നമുക്കൊരിക്കലും ഉണ്ടാകുക സാധ്യമല്ല. പിന്നെ അവിടുന്ന് വീണ്ടും എന്തുകൊണ്ടാണ് ആ നങ്കൂരം നമ്മൾ ആ പ്രത്യാശയിൽ ഇട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്നുള്ളതിനെ തുടർന്ന് നമ്മൾ വായിക്കുമ്പം, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കിടക്കുന്നതുമാകുന്നു. അവിടെ യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ് അവിടെ, അത് നിശ്ചയമാണ്. അതിന് യാതൊരു വക, ആ പ്രത്യാശ എന്ന് പറയുന്നത് ദൈവം നൽകിയിരിക്കുന്നതായിട്ടുള്ള ആ പ്രത്യാശ അത് നിശ്ചയമാണ്, സ്ഥിരമാണ്, അത് തിരശ്ശീലയ്ക്കകത്തേക്ക് കിടക്കുന്നതാണ്. എന്ന് വെച്ചാൽ അതിവിശുദ്ധ സ്ഥലം, അതല്ലെങ്കിൽ നിത്യതയിലേക്ക് കിടക്കുന്നതായിട്ടുള്ള സ്ഥിരമായ, സംശയമില്ലാത്ത, നിശ്ചയമായ ഒരു കാര്യമാണ്. അവിടെ ആരുണ്ട്? ആ സ്ഥിരതയുടെ ഉറപ്പെന്താണെന്ന് വെച്ചാൽ അവിടെ ആരുണ്ടെന്നാ പറയുന്നേ? അവിടേക്ക് യേശു മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി നമുക്ക് പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു മഹാപുരോഹിതൻ, തിരശ്ശീലിക്കപ്പുറം നാം പ്രത്യാശ വെച്ചിരിക്കുന്നതായിട്ടുള്ള, നങ്കൂരമിട്ടിരിക്കുന്നതായിട്ടുള്ള ആ കാര്യത്തിൽ നമ്മെ ഉറപ്പിക്കേണ്ടതിന് വേണ്ടി മുമ്പ് കൂട്ടി നമ്മുടെ കർത്താവ് അവിടെ പ്രവേശിച്ചിരിക്കുന്നു. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രത്യാശയിൽ നമ്മെ ഉറപ്പിച്ച് നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി നീക്കണം. പിന്നെ പ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ടാൽ അങ്ങനെ അവന്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നത് വിശ്വാസത്തിൽ നിലനിൽക്കണം. ഒന്ന്, പ്രത്യാശയിൽ നിലനിൽക്കണം. രണ്ട്, വിശ്വാസത്തിൽ നിലനിൽക്കണം. വിശ്വാസത്തിന്റെ, ക്രിസ്തീയ ജീവിതത്തിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ 3-4 ആഴ്ചകളിൽ ഞാൻ പ്രബോധനമായി നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെയും നമ്മൾ ആ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നാം കർത്താവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടണമെങ്കിൽ നമുക്ക് നമ്മെ സംബന്ധിച്ചിടത്തോളം 2 കാര്യങ്ങൾ നാം ഉറപ്പിക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, നമ്മുടെ പ്രത്യാശയിൽ നിന്ന് നാം ഇളകാതെ അടിസ്ഥാനപ്പെട്ടവരായിരിക്കണം. 2, നമ്മളുടെ വിശ്വാസത്തിൽ നാം നിലനിൽക്കണം. വിശ്വാസത്തിൽ നിലനിൽക്കണം. അപ്പോൾ ഈ വിശ്വാസം, പ്രത്യാശ എന്ന് പറയുന്നതായിട്ടുള്ള ഈ 2 കാര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ദൈവസന്നിധിയിൽ നമുക്ക് നിലനിൽക്കുവാനായിട്ട്, അല്ലെങ്കിൽ സ്വീകാര്യരായ ഒരവസ്ഥയിലേക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ എത്താൻ കഴിയുമോ എന്നുള്ളത് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് വന്നു അല്ലേ? നമ്മൾ പ്രവർത്തിക്കാനായിട്ട് നോക്കിയാൽ നമ്മളെല്ലാവരും പരാജയപ്പെടുകയാണ്. എന്നാൽ ഈ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലേ എന്ന് ചോദിച്ചാൽ ബന്ധമുണ്ട്. വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ ബന്ധമുണ്ട്. അത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലെ കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമുദ്രയാകുന്നു, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തികളും കാരണമല്ല എന്ന് പറഞ്ഞതിന് ശേഷം 10-ാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തില്, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു,
നാം ചെയ്തു പോരേണ്ടതിന് ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. അപ്പോൾ സുവിശേഷം കേൾക്കുന്ന സമയത്ത് നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ള, നമ്മളിലേക്ക് പകരപ്പെടുന്നതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാ? ഒന്ന്, വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ കൂടെ നമ്മളിലേക്ക് വരുന്നതായിട്ടുള്ളൊരു കാര്യമാണ് മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾ. അപ്പോൾ ഒരുവൻ രക്ഷ പ്രാപിക്കുമ്പോൾ വിശ്വാസം മാത്രമേ വന്നുള്ളൂ, അതിനോട് ചേർന്ന് മുന്നൊരുക്കപ്പെട്ടതായിട്ടുള്ള സൽപ്രവൃത്തികൾ വന്നില്ല എന്ന് പറയാനായിട്ട് സാധ്യമല്ല. രക്ഷാകരമായ ഒരു വിശ്വാസമാണ് ഒരാൾ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിച്ചിരിക്കുന്നതെങ്കിൽ അതിനോട് ചേർന്ന് അതിൽ നിന്നും ഒരിക്കലും വ്യത്യാസപ്പെടുത്തുവാനോ വേർപെടുത്തുവാനോ കഴിയാതെ ദൈവം അവർക്ക് മുന്നൊരുക്കപ്പെട്ടതായിട്ടുള്ള പ്രവൃത്തികൾ കൂടി നിശ്ചയിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പ്രവൃത്തികളുടെ ഫലമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് ഉണ്ടാകുന്ന വിശ്വാസത്തെക്കുറിച്ചല്ല, വിശ്വാസത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന പ്രവൃത്തികളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ നമ്മൾക്ക് ഈ ജീവിതത്തിലെ ഈ പ്രവർത്തനം, വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിലൂടെ വെളിപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? അർത്ഥം നമ്മളുടെ വിശ്വാസത്തിൽ എന്തോ പോരായ്മയുണ്ട് എന്നാണ്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ജീവിതത്തിൽ ദൈവവചനം, തിരുവചനം പറയുന്നത് പോലെ ഉള്ള രൂപാന്തരമോ മാനസാന്തരമോ പ്രവർത്തനങ്ങളോ ഒന്നും കാണുന്നില്ല. നമ്മൾ പിന്നെ എന്തോ ചെയ്യുന്നേ? നമ്മൾ വീണ്ടും അത് ചെയ്യാനായിട്ട് നമ്മൾ ഉത്സാഹം കാണിക്കും, അല്ലെങ്കിൽ അനുസരിക്കാനായിട്ട് ഉത്സാഹം കാണിക്കും. പക്ഷെ നമ്മൾ അനുസരിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ വീണു പോവുകയാണ്. അതിന് കാരണം നമ്മളുടെ വിശ്വാസത്തിലുള്ള അപര്യാപ്തതകളാണ്. അത് നാം തിരിച്ചറിഞ്ഞ് അത് നമ്മൾ വ്യത്യാസപ്പെടുത്തുമ്പോൾ, ശരിയായിട്ടുള്ള വിശ്വാസത്തിലേക്ക് നാം വരുമ്പോൾ, അല്ലെങ്കിൽ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, യാക്കോബ് വിശ്വാസത്തെക്കുറിച്ച് പറയുന്ന ഒരു ഭാഗത്ത് 4-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, വിശ്വാസത്തിൽ സമ്പന്നരായി. ഈ ലോകത്തിലെ ദരിദ്രന്മാരെ കുറിച്ച് പറയുമ്പോഴാണ് വിശ്വാസത്തിൽ സമ്പന്നർ. അപ്പോൾ വിശ്വാസത്തിൽ ഒരു സമ്പന്നര് എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. അപ്പം വിശ്വാസത്തിൽ ദരിദ്രരും ഉണ്ടാകാം, വിശ്വാസത്തിൽ സമ്പന്നരും ഉണ്ടാകാം. തീത്തോസിന്റെ ലേഖനം നമ്മൾ വായിച്ചാൽ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി. അപ്പോൾ ആരോഗ്യം കുറഞ്ഞ വിശ്വാസവും ഉണ്ടാകാം, ആരോഗ്യമുള്ള വിശ്വാസവും ഉണ്ടാകാം. തിമോത്തിയോസിന്റെ ലേഖനം എഴുതുമ്പോൾ നിർവ്യാജ വിശ്വാസം. അപ്പോൾ വ്യാജമായിട്ടുള്ള വിശ്വാസവുമുണ്ട്, നിർവ്യാജമായിട്ടുള്ള വിശ്വാസവുമുണ്ട്. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ ലോകത്തിലെ, അതുപോലെ തന്നെ എബ്രായർക്ക് എഴുതിയ ലേഖനം വരുമ്പോൾ, നിങ്ങൾ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കായകൊണ്ട് അത് അവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ നാം ഒരു വചനം കേൾക്കുമ്പോൾ അത് പ്രവർത്തന തലത്തിലേക്കല്ല പോകേണ്ടത്, അത് വിശ്വാസത്തിന്റെ തലത്തിലേക്കാണ് പോകേണ്ടത്. ആ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്നാണ് പ്രവൃത്തികൾ ഉണ്ടാകേണ്ടത്. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് നമ്മുടെയൊക്കെ പ്രശ്നങ്ങളുടെ ഒരു അടിസ്ഥാന കാരണം മനസ്സിലായി. കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ ചില ആഴ്ചകളിലും ഒക്കെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ വളരെയേറെ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ദൈവാത്മാവിൻ്റെ കൃപയ്ക്കായിട്ട് ഞാൻ ഉച്ചരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് ദൈവാത്മാവ് അല്ലെങ്കിൽ ദൈവം തൻ്റെ വചനത്തിലൂടെ ബോധ്യപ്പെടുത്തി തന്നതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് എനിക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ഇതറിയാമെങ്കിലും യഥാർത്ഥത്തിൽ ഒരു രോഗത്തിനുള്ള ചികിത്സ എന്ന് പറയുന്നത് അതിൻ്റെ കറക്റ്റ് മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് പനിക്ക് നാം ആശുപത്രിയിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന മരുന്നും മറ്റെന്തെങ്കിലും ഒരു രോഗത്തിന് നാം ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അതിന് തരുന്ന മരുന്നും ഒക്കെ വ്യത്യാസമാണ്. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല, എൻ്റെ പ്രവൃത്തികൾ ഒരു വിശ്വാസിക്ക് യോഗ്യമായിട്ടുള്ള പ്രവൃത്തികളല്ല എന്നൊക്കെ ഒരാൾക്ക് തോന്നുമ്പോൾ അതിന് പ്രവൃത്തികൾ ശരിയാക്കാനായിട്ടുള്ള മരുന്ന് തരികയല്ല യഥാർത്ഥത്തിലുള്ള എൻ്റെ ചികിത്സ. പ്രവൃത്തികൾ ഉണ്ടാക്കേണ്ടതായിട്ടുള്ള വിശ്വാസം അത് ഒരുവനിൽ രൂപപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് ആ വിശ്വാസം രൂപപ്പെടുവാനായിട്ടുള്ള ഒരു മരുന്നാണ് അതിന് വേണ്ടത്. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പലരും പല അസുഖങ്ങളാൽ ഇന്ന് ഞാൻ വിചാരിക്കുന്നു ഏറ്റവും കുറവ് അംഗങ്ങളുള്ള ഒരു മീറ്റിംഗ് ആണിന്ന്. പലരും പല നിലയിൽ അസുഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിലെ കഷ്ടങ്ങൾ വരുമ്പോൾ
അതിനെ പല നിലയിൽ നമുക്ക് സമീപിക്കുവാനായിട്ട് കഴിയും. എനിക്ക് പരിചയമുള്ളൊരു സഹോദരനെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. കഷ്ടങ്ങൾ വന്നപ്പോൾ തകർന്നു പോയി. അവരുടെ പ്രത്യാശ ഈ ലോകത്തിലോ ഈ ലോകത്തിലുള്ള ആളുകളിലോ വ്യക്തികളിലോ ഒക്കെ ആയിരുന്നു അല്ലേ. എന്നേക്കാൾ അധികമായി അപ്പനെയോ അമ്മയെയോ ഭാര്യയോ ഭർത്താവിനെയോ മക്കളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല എന്ന് കർത്താവ് മുൻകൂട്ടി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാം കർത്താവിനേക്കാൾ അധികമായി ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു ബന്ധത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ നാം കർത്താവിന് യോഗ്യരായിട്ടുള്ള ആളുകളല്ല. അപ്പോൾ ദൈവം നമ്മെ ചില പരിശോധനകളിലൂടെ, വിശ്വാസത്തിന്റെ പരിശോധന എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് എന്ന് പത്രോസ് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്വാസത്തിന്റെ പരിശോധന. എന്തിനായി വിശ്വാസത്തിന്റെ പരിശോധന ദൈവം അയക്കുന്നതെന്ന് അറിയാമോ? നമ്മെ ബോധ്യപ്പെടുത്താനാ. നിന്റെ വിശ്വാസം ഇച്ചിരി പ്രശ്നത്തിലാണ്. നിങ്ങളുടെ വിശ്വാസം അത് ദൈവവചനം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതായിട്ടുള്ള വിശ്വാസത്തിന്റെ ഒരു തലത്തിലേ അല്ല. മറിച്ച് നിന്റെ പ്രത്യാശയും വിശ്വാസവും ഒക്കെ വെച്ചിരിക്കുന്നത് ഈ ലോകത്തിലാണ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം നമ്മെ ചില പരീക്ഷകളിലൂടെ കടത്തിവിട്ട് നമ്മളെ ബോധിപ്പിക്കുകയും മാനസാന്തരത്തിനും യഥാസ്ഥാനത്തിനും ആ ദൈവത്തിൽ കൂടുതൽ വിശ്വസിക്കുന്നതിനും ആശ്രയിക്കുന്നതിനും വേണ്ടി ദൈവം നമുക്ക് ഒരുക്കി തരുന്ന അവസരങ്ങളാണ്. അപ്പോൾ കഷ്ടങ്ങളിലൂടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ പരിശോധനയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് പൊതുവെയുള്ള മനുഷ്യന്റെ രീതി എന്ന് പറയുന്നത് ദൈവത്തെ ചോദ്യം ചെയ്യുക, ദൈവിക പരിപാടികളെ മനസ്സിലാക്കാതെ അങ്ങനെ നിരാശയിലൊക്കെ ആയി പോവുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പൊതുവെ വരാറുള്ളത്. എന്നാൽ ദൈവം എല്ലാം, ദൈവത്തിന്റെ മക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന് ഒരു പരിപാടി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ദൈവത്തിന് യാദൃശ്ചികത എന്ന് പറയുന്നത് ദൈവത്തിന്റെ കാര്യത്തിലില്ല. എന്തെങ്കിലും ദൈവം അറിയാതെ യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നൊരിക്കലും ആർക്കും പറയുവാനായിട്ട് കഴിയില്ല. ദൈവം അറിഞ്ഞു മാത്രമാണ് അല്ലേ. നമ്മുടെ ശരീരത്തിനൊരു പരിക്ക് പറ്റിയാൽ, ഒരു രോഗം വന്നാൽ, അത് നാം വീണ്ടും ജന്മം പ്രാപിച്ച ഒരാളാണെങ്കിൽ ദൈവത്തിന്റെ ആലയത്തിന് വന്നിരിക്കുന്നതായിട്ടുള്ള ഒരു കേട് അല്ലെങ്കിൽ ഒരു പരിക്ക് എന്നുള്ള നിലയിലാണ് അത് സ്വർഗത്തിലിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് നമ്മുടെ മേൽ യാതൊരു അവകാശവും അധികാരവുമില്ല. നിങ്ങളെ വീണ്ടെടുത്തിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ നമുക്ക് യാതൊരു അവകാശവുമില്ലാത്ത, ദൈവത്തിന് സമ്പൂർണ്ണ അധികാരവും അവകാശമുള്ള നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും അപകടമോ രോഗമോ വന്നാൽ അതിനെക്കുറിച്ച് ആർക്കാ വിഷമം ഉണ്ടാവേണ്ടത്? നമുക്കാണോ? ആണോ? പക്ഷെ എപ്പോഴാ ആർക്കാ വരുന്നത്? ഇത് നമുക്കാ വരുന്നില്ലേ? അല്ലേ? ശരിയല്ലേ? വിശ്വാസത്തില് ഒരു പ്രശ്നമുണ്ട്. ഉണ്ടോ സിസ്റ്ററെ? നമ്മുടെ വിശ്വാസത്തിൽ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഈ വീണ്ടും ജനനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ അതിനെക്കുറിച്ചൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ നിക്കോദെമോസ് എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു മനുഷ്യനും കർത്താവുമായിട്ടുള്ള സംസാരം നമുക്കവിടെ കാണാനായിട്ട് കഴിയും. അവിടെ എങ്ങനെയാണ് ഒരാൾക്ക് അദ്ദേഹവുമായിട്ട് സംസാരിക്കുമ്പോൾ കർത്താവ് അവനോട് പറയുന്നത്, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് കർത്താവ് നിക്കോദെമോസിനോട് പറയുകയാണ്. പുതുതായി ജനിച്ചില്ലെങ്കിൽ ആർക്കും ദൈവരാജ്യം കിടക്കാനായിട്ട് ആർക്കും കാണുവാൻ പോലും കഴിയില്ല. ശരി, അപ്പോൾ നിക്കോദെമോസിനുണ്ടായ സംശയം എന്താ സംശയം? വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവിന്റെ മറുപടി, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കിടപ്പാൻ കഴിയില്ല. ആദ്യം കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞു, പിന്നെ കിടപ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. അതായത് ജഡത്താൽ ജനിച്ച ഒന്നിനും ആത്മാവിനാൽ ജനിക്കാത്തിടത്തോളം കാലം ദൈവരാജ്യത്തിൽ കിടപ്പാനോ കാണാനായിട്ടോ കഴിയുകയില്ല. പിന്നെ നിങ്ങൾ പുതുതായി ജനിക്കണമെന്ന് ഞാൻ നിന്നോട് പറയാൻ ആശ്ചര്യപ്പെടരുത്. അപ്പൊ ഈ വീണ്ടും ജനിക്കണം അല്ലെങ്കിൽ പുതിയൊരു ജന്മം വേണം എന്ന് പറഞ്ഞതിൽ നീ യാതൊരു ഒരു അതിശയം നിനക്ക് ഉണ്ടാകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. കാറ്റ് ഇഷ്ടമുള്ളയിടത്തേക്ക് ഓതുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നുവെങ്കിലും അത് എവിടെ നിന്ന് വരുന്നുവെന്നും എവിടേക്ക് പോകുന്നുവെന്നും അറിയുന്നില്ല. ആത്മാവിനാൽ ജനിച്ചവനെല്ലാം അതുപോലെയാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ആത്മാവിനാൽ ജനിച്ച അല്ലെങ്കിൽ വീണ്ടും ജന്മം പ്രാപിച്ച അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട ഒരാള് എങ്ങനെയാണെന്നാ പറഞ്ഞേ? കാറ്റ് പോലെ അല്ലേ? എന്തോ കാറ്റിന്റെ പ്രത്യേകത എന്താ?
ആത്മാവിനാൽ ജനിച്ച ഒരാൾ കാറ്റ് പോലെയാണ്. അപ്പൊ നാം വീണ്ടും ജന്മം പ്രാപിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം രക്ഷാകരമായ ഒരു വിശ്വാസമാണോ എന്ന് അറിയണമെങ്കിൽ അങ്ങനെ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളുകൾ ഒന്ന് പരിശോധിച്ചാൽ മതി. ഞാനൊരു കാറ്റ് പോലെയാണോ? എന്താ കാറ്റിന്റെ പ്രത്യേകത? എന്താ കാറ്റ് എങ്ങനെയാ സഞ്ചരിക്കുന്നത്? കാറ്റിന്റെ പോക്ക് എങ്ങനെയാ? അല്പം സയൻസ് അറിയാവുന്നവർക്കറിയാം, കാറ്റ് ഉണ്ടാകുന്നതും കാറ്റ് യാത്ര ചെയ്യുന്നതും ചൂടും തണുപ്പും തമ്മിലുള്ളതായിട്ടുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലേ? ആണോ? അതെ. ചൂടും തണുപ്പും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാറ്റ് രൂപപ്പെടുന്നതും ആ കാറ്റ് സഞ്ചരിക്കുന്നതും. വലിയ ചൂടായാൽ അവിടെ അന്തരീക്ഷത്തിലെ മർദ്ദം കുറയും. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ കാറ്റിന് പിന്നിൽ. അപ്പോൾ വീണ്ടും ജന്മം പ്രാപിച്ചതായുള്ള ഒരു വ്യക്തി യഥാർത്ഥത്തിൽ അത് ഒരു കാറ്റ് പോലെ അങ്ങനെ സഞ്ചരിക്കുന്ന ആളുകളാണ്. കാറ്റ് സഞ്ചരിക്കുന്നതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രമാണമുണ്ടോ? ചൂട് എവിടെ, തണുപ്പ് എവിടെ എന്നുള്ളത് മാത്രമേ അതിന് പ്രമാണമായിട്ടുള്ളൂ. മറ്റൊന്നും അതിന് പ്രമാണമല്ല. നമ്മളൊരു കാറ്റ് പോലെയാണോ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത്? അതായത് കാറ്റിന് അങ്ങനെ സ്വന്തമായിട്ടുള്ള തീരുമാനങ്ങളൊന്നുമില്ല. കാറ്റ് എങ്ങനെയാ പോകുന്നത്? അതങ്ങനെ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. ആത്മാവിനാൽ ജനിച്ച് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ലോകത്തിലെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു കാറ്റ് പോലെയാണ്. എവിടെയെങ്കിലും കാറ്റിനെ സംബന്ധിച്ചിടത്തോളം എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ള ചിന്തയുണ്ടോ? ഇല്ല. കാറ്റ് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അതായത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന, ആത്മാവ് നമ്മെ ഓരോ നിമിഷവും ഓരോ ദിവസവും നടത്തുന്ന ആ നടപ്പിനൊത്ത് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് കഴിയുന്നുവെങ്കിൽ നമ്മൾ ആത്മാവുണ്ട്, അല്ലെ? ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നൊക്കെയാണ് നമ്മൾ വായിക്കുന്നത്. നമ്മൾ ആത്മാവുണ്ട്, ആ ആത്മാവിനെ അനുസരിച്ച് നമുക്ക് അങ്ങനെ മുമ്പോട്ട് പോകാനായിട്ട് കഴിയും. കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോഴും അന്നത്തെ ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതിൻ്റെ കാര്യം എന്താണെന്നറിയോ? നാളെ ഈ കാറ്റ് എങ്ങോട്ടാണ്, നാളത്തെ നമ്മെ സംബന്ധിക്കുന്ന ദൈവിക പരിപാടി എന്താണെന്നുള്ളത് അറിയില്ല. അത് കർത്താവിൻ്റെ വരവാണോ, നമ്മുടെ മരണമാണോ, നമ്മളെ സംബന്ധിക്കുന്ന യാതൊരു ഉറപ്പും നമുക്കില്ല. അത് അടുത്ത നിമിഷത്തെക്കുറിച്ച് പോലും നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അപ്പോൾ കാറ്റ് പോലെ നാം ഒരു തടസ്സവുമില്ലാതെ എങ്ങനെയും ദൈവാത്മാവിൻ്റെ പ്രവർത്തനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുന്ന നിലയിൽ നാം ആകുന്നുവെങ്കിൽ നാം വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ആളാണ്. കർത്താവ് ധനവാനായിട്ടുള്ളൊരു മനുഷ്യൻ കർത്താവിൻ്റെ പിന്നാലെ ചെന്നു. എന്നിട്ട് ഞാനും നിന്നെ പിൻഗമിക്കാമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എന്താ പറഞ്ഞേ? കൽപ്പനകളൊക്കെ അനുസരിക്കുന്നു. ഒരു കുറവ് നിനക്കുണ്ട്. എന്താണ്? നിനക്കുള്ളതൊക്കെ വിറ്റിട്ട് നീ ദരിദ്രർക്ക് കൊടുത്തിട്ട് എൻ്റെ പിന്നാലെ വാ. നിനക്കുള്ളതൊക്കെ വിറ്റ പൈസയായിട്ട് ഇങ്ങോട്ട് വരാനല്ല പറഞ്ഞ്, അതൊക്കെ കൊടുത്തേച്ച് നീ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അയാൾ വളരെ ധനവാനായിരുന്നതിനാൽ ദുഃഖിച്ചും കൊണ്ട് പുറപ്പെട്ടു പോയി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ശരി. എന്നിട്ട് കർത്താവ് പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴിയിലൂടെ കിടക്കുന്നത് എളുപ്പം. അപ്പൊ ശിഷ്യന്മാരുടെ മറുപടി എന്തായിരുന്നു? എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. ഒരു ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാ പോലെ ബുദ്ധിമുട്ടാണ് ഒരു ധനവാൻ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നതെങ്കിൽ ആർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും? എല്ലാവരും ധനവാന്മാരാണെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അതിനങ്ങനെ ഒരു അർത്ഥം വേണേൽ പറയാം. ലോകത്തിലുള്ള എല്ലാവരും ധനവാന്മാരാണ്, അതുകൊണ്ട് ആരും സ്വർഗരാജ്യത്തിൽ അങ്ങനെയല്ല. കർത്താവ് ആ ഒരു പ്രയോഗം പ്രയോഗിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്നത് എന്താ? ധനവാനും സൂചിക്കുഴയോ, അല്ലേ? അല്ലെങ്കിൽ ഒട്ടകത്തെ കുറിച്ചാണ്. ഒട്ടകം ധനവാൻ, ഇതാണ് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതായിട്ടുള്ള ചിന്ത. എന്നാൽ ശിഷ്യന്മാരുടെ ചിന്ത പോയി എങ്ങോട്ടാണെന്നറിയാവോ? ഈ സൂചിക്കുഴയിലൂടെ. ഈ ഒട്ടകം എത്ര മെലിഞ്ഞാലും സൂചിക്കുഴയിലൂടെ പോകാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എത്ര ചെറുതായാലും സൂചിക്കുഴയിലൂടെ പോകാനായിട്ട് കഴിയില്ല. ഒരു മനുഷ്യനെ കൊണ്ട് കഴിയില്ല, ഒരു പുഴുവിനെ കൊണ്ട് പോലും, മൈക്രോ ഓർഗാനിസം, സൂക്ഷ്മജീവികളെ കൊണ്ട് മാത്രമേ ഒരു സൂചിക്കുഴയിലൂടെ പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇത് മനുഷ്യർക്ക് അസാധ്യമാണല്ലോ എന്നാണ്. സൂചിക്കുഴയിലൂടെ കിടക്കുന്നത് പോലെയാണെങ്കിൽ ഒട്ടകത്തിനല്ല, ഒരു മനുഷ്യനെ കൊണ്ടും അത് സാധിക്കുകയില്ല എന്നാണ് അവിടെ ശിഷ്യന്മാർക്ക് മനസ്സിലായത്. നമുക്ക് പലപ്പോഴും അങ്ങനെ അല്ല മനസ്സിലാകുന്നത് എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മ. അപ്പോൾ കർത്താവ് പറഞ്ഞത് മനുഷ്യനാൽ അസാധ്യം ദൈവത്താൽ സാധ്യം. അപ്പോൾ മനുഷ്യന് ഈ കാര്യത്തിൽ സമ്പൂർണ്ണ പരാജയമാണ്. അതായത് നമ്മുടേതായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും കഴിയില്ല. എന്നാൽ വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ഒരു മനുഷ്യൻ, പുതുതായി ജനിച്ചതായിട്ടുള്ള ഒരു മനുഷ്യൻ, അവൻ കാറ്റ് പോലെ ആയാൽ കാറ്റിന് സൂചിക്കുഴയിലൂടെ പോകാം, അല്ലേ? പറ്റുമോ?
പറ്റുമോ? പറ്റും. കാറ്റിന് പോകാൻ പറ്റും, അതിന് തടസ്സമല്ല. സൂചിക്കുഴയൊന്നും അതിനൊരു തടസ്സമല്ല. അപ്പോൾ നാം കാറ്റ് പോലെ ആയാൽ ഈ സൂചിക്കുഴയിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാറ്റ് പോലെ ആകണമെങ്കിൽ അത് ആത്മാവിനാൽ ജനിക്കുന്നതായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. അത് ദൈവത്തിൻ്റെ ഒരു പരിപാടിയാണ്, അത് നമ്മളുടെ ഒരു പരിപാടിയല്ല. അപ്പോൾ ദൈവരാജ്യത്തിൽ കിടക്കണമെങ്കിൽ വീണ്ടും ജന്മം പ്രാപിക്കണം, കാറ്റ് പോലെ ആവണം, പിന്നെ സൂചിക്കുഴയിലൂടെ കിടക്കണം. നമ്മൾ കാറ്റ് പോലെയാണോ? നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള കാറ്റിന് ബന്ധനമില്ല, ഉണ്ടോ? കാറ്റിനെ ആർക്കെങ്കിലും ബന്ധിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മെ ബന്ധിച്ചിരിക്കുന്നതായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ടല്ലേ. കർത്താവ് സുജോ ഇന്ന് എൻ്റെ അടുക്കിലേക്ക് പോരെ എന്ന് ചോദിച്ചാൽ അപ്പം എൻ്റെ മനസ്സിലേക്ക് വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവിടെ കൽപ്പനയിലൊരു സഭയുണ്ട്, കുറച്ച് സഹോദരി സഹോദരന്മാരുണ്ട്, പിന്നെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അപ്പം ഇതെല്ലാം അങ്ങനെ ഈ എല്ലാ സ്ഥലങ്ങളിലേക്കും, പിന്നെ കൃഷിയുണ്ട്, എല്ലാ സ്ഥലങ്ങളിലേക്കും അങ്ങനെ ബന്ധിച്ചിട്ടിരിക്കുക അല്ലേ. അപ്പം കർത്താവ് ഇന്ന് വന്നാൽ സന്തോഷം, ഹല്ലേലൂയ, ഞാൻ ഇപ്പോൾ റെഡിയാണ് എന്ന് എത്ര പേർക്ക് പറയാനായിട്ട് കഴിയും? ശരത്ത് മാത്രമുണ്ട്. എൻ്റെ അമ്മ താടിക്ക് കയ്യും വെച്ച് ഒരു രക്ഷയില്ല എന്നായി. പിന്നെ തങ്കത്തിനും ഉണ്ട്, റെഡിയാണ്, പോകാൻ റെഡിയാണ്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ, ഇങ്ങനെ കാറ്റ് പോലെയല്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റാതെ നമ്മളെ ചങ്ങലകളാൽ ബന്ധിച്ചിട്ടിരിക്കുന്നതായിട്ടുള്ള ഒരവസ്ഥയാണ്. ഈ നിമിഷം നിന്നെ ഞാൻ വിളിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ രാജ സിസ്റ്റർ കൊച്ചിനെ കൊണ്ടുവന്നിട്ടില്ല അല്ലേ. അല്ല, കൊച്ചും പ്രായമായ ഒരു അമ്മയും വീട്ടിലുണ്ട്, ഒരു കൊച്ചും വീട്ടിലുണ്ട്. കർത്താവെ ഇപ്പം വേണ്ട, അവിടെ വയനാട്ടിൽ അസുഖമൊക്കെ ഒന്ന് മാറി ആ കൊച്ചിനെയും കൊണ്ട്. മനുഷ്യൻ്റെ നമ്മുടെ എല്ലാം ചിന്ത, ഞാൻ ഒരാളെ പറഞ്ഞതല്ല കേട്ടോ, മനുഷ്യൻ്റെ എല്ലാം ചിന്ത അതാണ്. നമ്മളൊരു കാറ്റ് പോലെ ആകുന്നില്ല, നമ്മൾ നമ്മെ തന്നെ ഈ ലോകത്തിലുള്ള ധാരാളം കാര്യങ്ങളിൽ ബന്ധിച്ച് കർത്താവിൻ്റെ വരവ് എത്രയും ഇച്ചിരൂടെ നീണ്ടുപോയി അല്ലേ. നമുക്ക് മക്കളെയും അവരുടെ കല്യാണവും അവരുടെ ജീവിതത്തിലെ ഭൗതിക ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ കണ്ടൊന്ന് സന്തോഷിച്ച് നല്ല വാർദ്ധക്യത്തിൽ കർത്താവിനോട് ചേരും. ഇതല്ലേ നമ്മുടെ ആഗ്രഹം? ആണോ? വീണ്ടും ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയിക്കണം. ദൈവാത്മാവിനാൽ ജനിച്ച ഒരാളും അങ്ങനെ പറയില്ലെന്ന വചനം പറയണത്. നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിലേക്ക് വരാം. ഇരുപത്തിമൂന്നാമത്തെ വാക്യത്തില്, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. അപ്പോൾ നമ്മിൽ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. എന്താ അതിൻ്റെ അർത്ഥം? നമ്മൾ ആത്മാവ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ പ്രകടമായ ലക്ഷണം എന്ന് ചോദിച്ചാൽ ചിലർ പറയും അത് അന്യഭാഷയാന്ന് പറയും അല്ലേ. ആണോ? ഇന്ന് ക്രിസ്തീയ ലോകത്ത് ബഹുഭൂരിപക്ഷം പേരും പറയുന്നത് ആത്മാവ് ലഭിക്കുന്നതിൻ്റെ പ്രകടമായ ലക്ഷണം എന്ന് പറയുന്നത് അന്യഭാഷയാണ്. എന്നാൽ വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. വചനത്തിൽ മറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള നിങ്ങളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞെരങ്ങുന്നു. പ്രിയമുള്ളവരെ, നമ്മളിൽ അങ്ങനെ ഒരു ഞെരക്കമുണ്ടോ? അവനിൽ ഈ പ്രത്യാശയുള്ളവൻ, ഏത് പ്രത്യാശ? അവനിരിക്കുന്നത് പോലെ നാം അവനെ കാണും അല്ലേ. ആ പ്രത്യാശയുള്ളവൻ, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ അവനിരിക്കുന്നത് പോലെ നമ്മെ കാണുന്നത് എങ്ങനെയാ? നാം അവനോട് സദൃശ്യന്മാരാകുമ്പോഴാണ്. അപ്പോൾ നാം അവനോട് സദൃശ്യന്മാരാകും. ഞാൻ കർത്താവിനോട് സദൃശ്യനായി തീരും, അല്ലെങ്കിൽ സദൃശിയായി തീരും. അങ്ങനെ ഞാൻ ആ കർത്താവിനെ കാണും. അപ്പോൾ എൻ്റെ ഈ ശരീരം എന്ന് പറയുന്നത് ഇത് ഒത്തിരി പ്രശ്നങ്ങളുള്ള ശരീരമാണ്. ഈ ശരീരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അത് രോഗമല്ല, അത് അങ്ങനത്തെ ഉള്ള ഒരു കാര്യവുമല്ല. ഈ ശരീരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഈ ശരീരം
പാപത്തോട് ചായ്വുള്ള ഒരു ശരീരമാണ്. അപ്പോൾ പുത്രത്വത്തിന്റെ ശരീരത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി ഞരങ്ങുന്നതിന്റെ കാര്യം എന്താണെന്ന് അറിയാമോ? ഈ ശരീരം കൊണ്ട് പാപം ചെയ്ത് എന്നെ വീണ്ടെടുത്തവനായ കർത്താവിനെ വേദനിപ്പിക്കാതെ എൻ്റെ ഈ ശരീരം കർത്താവിൻ്റെ ശരീരത്തോട് ഒന്ന് സദൃശ്യമായി തീർന്ന കർത്താവിനെ കണ്ട് എനിക്ക് മുമ്പോട്ട് ജീവിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളൊരു ഞരക്കം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മളിൽ ദൈവാത്മാവുണ്ട്. ദൈവാത്മാവുള്ളതിന് വേറെ സൃഷ്ടി നാം മാത്രമല്ല, സൃഷ്ടിയെക്കുറിച്ച് അതിന് മുമ്പ് നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. 22-ാമത്തെ വാക്യത്തില് സർവ്വ സൃഷ്ടിയും ഇന്ന് വരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. 20-ാമത്തെ വാക്യത്തിൽ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. കർത്താവിന്റെ സർവ്വ സൃഷ്ടികളും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനും അതുപോലെ തന്നെ ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലിന് വേണ്ടിയിട്ടും അങ്ങനെ കാത്ത് ഈറ്റുനോവോടുകൂടി ഇരിക്കുക. എന്നാൽ അങ്ങനെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി സൃഷ്ടി കാത്തിരിക്കുമ്പോൾ ഈ ദൈവപുത്രന്മാർക്ക് അങ്ങനെ ഒരു കാത്തിരിപ്പില്ല. തങ്ങളുടെ വീണ്ടെടുപ്പ്, ശരീരത്തിന്റെ വീണ്ടെടുപ്പായ ആ പുത്രത്വം എനിക്ക് പ്രാപിക്കണമെന്നുള്ളതായുള്ളൊരു കാത്തിരിപ്പ് ഈ ദൈവമക്കൾക്കില്ല എന്നുള്ളതാ. ദൈവാത്മാവ് നമ്മൾ ഉണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നാം കാറ്റുപോലെ നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ്, അതായത് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ് മാത്രമായിരിക്കും. പ്രിയമുള്ളവരെ, നമ്മളുടെ വിശ്വാസത്തെ നാം പരിശോധിക്കണം. നമ്മളെപ്പോഴും നമ്മളെ പ്രവൃത്തികൾ ഞാൻ ശരിയായില്ല എന്ന് പറയുന്നതായിട്ടുള്ള, അപ്പം ഇതൊട്ട് ശരിയാവുന്നുമില്ല. ഞാനൊരിക്കലും നിങ്ങളോട് ചോദിച്ചു, ഇന്ന് മരിച്ചാൽ സ്വർഗത്തിൽ പോകുമോ, കർത്താവ് വന്നാൽ കർത്താവിനോട് കൂടി ഇരിക്കുമോ? പ്രതീക്ഷയില്ല അല്ലെ? ആർക്കും തന്നെ വലിയ പ്രത്യാശയൊന്നുമില്ല, ഭൂരിപക്ഷത്തിനും പ്രത്യാശയില്ല. ഞാൻ ചോദിക്കട്ടെ, ആ പ്രത്യാശയില്ലാതെ ഒരു ദിവസം എങ്ങനെ ഒരു മനുഷ്യനെ കിടന്നുറങ്ങാനായിട്ട് കഴിയും? ഇന്ന് ലോകത്തിൽ, ക്രിസ്ത്യ ലോകത്ത് ആരോട് ചോദിച്ചാലും ഒരു 95% ആളുകളും അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർത്താവ് വന്നാൽ കർത്താവിനോട് കൂടി ഇരിക്കുമോ ഇല്ലയോ എന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ആളുകളാണ്. ഞാൻ ചോദിക്കുന്നത്, ദൈവത്തെക്കുറിച്ചും ദൈവിക പരിപാടിയെക്കുറിച്ചും നിത്യതയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു യഥാർത്ഥ ബോധമുള്ള ഒരാൾക്ക് എങ്ങനെ കിടന്നുറങ്ങാൻ പറ്റും? ഉറക്കത്തിൽ നമ്മൾക്ക് മരിച്ചു പോയാലോ? അല്ല, കർത്താവ് നനയ്ക്കാത്ത സമയത്ത് നാഴികയിൽ കർത്താവ് വന്ന് തൻ്റെ ഭക്തന്മാരെയും കൂട്ടി പോയാൽ നമ്മുടെ ഗതി എന്താവും? അല്ലേ? അപ്പോൾ നാം ദൈവത്തെ സ്നേഹിക്കുന്നു, നാം വീണ്ടും ജന്മം പ്രാപിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഈ നിത്യതയെ സംബന്ധിച്ചോ പാപത്തെ സംബന്ധിച്ചോ വിശ്വാസത്തെ സംബന്ധിച്ചോ നമുക്ക് യാതൊരു കാഴ്ചപ്പാടുമില്ലെങ്കിൽ എന്തോ ഒരു അടിസ്ഥാന പ്രശ്നം നമ്മളിലുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഭക്തനായിട്ടുള്ള മനുഷ്യനുമായിട്ടൊരു ഉപദേഷ്ടാവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്നെ ഞെട്ടിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഇന്നത്തെ പെന്തക്കോസ്ത് സഭകളിൽ രക്ഷിക്കപ്പെട്ട 1% ആളുകൾ പോലുമില്ല. അതായത് 100-ൽ 1 പോലും രക്ഷിക്കപ്പെട്ടവരല്ല. മറ്റു ചില സഭകളുടെ പേരൊക്കെ പറഞ്ഞു. എന്തായാലും പുള്ളിയുടെ ഒരു അസംഷനിൽ ഏറ്റവും കൂടിയാൽ എത്ര നന്നായി പഠിപ്പിക്കുന്ന സഭകളിലും ഉപദേശം എത്ര കൃത്യമാണെങ്കിലും 5%-ലധികം ആളുകൾ രക്ഷിക്കപ്പെട്ടവരല്ലെന്നാണ്. അപ്പൊ ഞാൻ ശതമാനത്തിലേക്കൊന്നും പോകുന്നില്ല. എന്നാൽ ഒരു കാര്യം നമുക്കറിയാം, ദൈവാത്മാവ് നമ്മൾ ഉണ്ടെങ്കിൽ, ആത്മാവിനാൽ വീണ്ടും ജനിച്ച ആളുകളാണെങ്കിൽ നമ്മെ ബന്ധിച്ചിടുവാൻ ഈ ലോകത്തിൽ വസ്തുവകകളോ ബന്ധങ്ങളോ ഒന്നുമില്ല, ഉണ്ടാവാനായിട്ട് പാടില്ല. നാം കാറ്റുപോലെ സ്വതന്ത്രരായിരിക്കണം. ദൈവേഷത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട ആളുകളായിട്ട് നാം ജീവിക്കുമ്പോൾ മാത്രമേ നാം കാറ്റുപോലെയാകാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ ദൈവാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിന് ഒരു തെളിവും കൂടെ ഇതേ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ 26 മുതലുള്ള വാക്യങ്ങളിൽ, അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു, വേണ്ടും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചു കൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. ശരി, നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്,
നമ്മൾ പ്രാർത്ഥിക്കുന്നതിനപ്പുറം ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പലപ്പോഴും വീണ്ടുജന്മം പ്രാപിച്ച ആളുകൾക്ക് വേണ്ടി ദൈവാത്മാവ് പ്രാർത്ഥിക്കാൻ സാധ്യതയുള്ളത് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നേരെ എതിരായിട്ടാണ്, അല്ലേ? നമുക്ക് ഈ ലോകത്തിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും, ആത്മാവ് പറയും അവർക്ക് അല്ലെങ്കിൽ അവർക്ക് അതൊരു കാരണവശാലും കൊടുക്കാൻ പാടില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ലോകത്തിലേക്ക് പോകും അല്ലെങ്കിൽ അവന് നാശമാകും. അപ്പോൾ പലപ്പോഴും ഞാൻ വിചാരിക്കുന്നു നമ്മളുടെയൊക്കെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് പോകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളിലുള്ള ആത്മാവാണ്. നമ്മൾ വേണമെന്ന് പറയും, ആത്മാവ് പറയും നമുക്ക് വേണ്ടി ആത്മാവ് പക്ഷപാതം ചെയ്യും, കൊടുക്കരുത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല, അല്ലേ? വാഗ്ദത്തം നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം കേട്ട് നമുക്ക് മറുപടി തരാമെന്ന് പറഞ്ഞെങ്കിലും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത്, വീണ്ടും ജന്മം പ്രാപിച്ച ആളുകളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മളിലുള്ളതായിട്ടുള്ള പരിശുദ്ധാത്മാവാണ്. നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം പ്രാർത്ഥിക്കും, പരിശുദ്ധാത്മാവ് ദൈവേഷ്ടപ്രകാരം പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന് പ്രധാന കാരണം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. അപ്പോൾ നമ്മളിലുള്ള ആത്മാവ് നമുക്ക് വേണ്ടി ദൈവഹിതപ്രകാരം ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ഈ ആത്മാവിന്റെ ചിന്ത എന്ത് എന്ന് ഹൃദയത്തെ പരിശോധിക്കുന്നവൻ അറിയുവാനായിട്ട് കഴിയും. ആരെങ്കിലും ഹൃദയത്തെ പരിശോധിച്ചിട്ട് ആത്മാവിന്റെ ചിന്ത എൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമാണ് എന്നെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിനുശേഷം നമുക്ക് ഉത്തരവൊന്നും കിട്ടുന്നില്ല, നമ്മൾ ഹൃദയങ്ങളെ പരിശോധിച്ചു, അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചതല്ല ശരി, ആത്മാവ് എനിക്ക് വേണ്ടി വ്യത്യസ്തമായി പ്രാർത്ഥിച്ച് ഞാൻ പ്രാർത്ഥിച്ച കാര്യത്തെ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന് ആർക്കെങ്കിലും ബോധ്യമായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല, നമ്മളങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ എന്താ പറയുക? നമ്മൾ പറയും പിടിച്ചു വെച്ച് ബലം പിടിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് നേടണമെന്ന് പറയും, അല്ലേ? എന്നാൽ പ്രിയമുള്ളവരെ, ദൈവേഷ്ടപ്രകാരം ആത്മാവ് നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. അതെന്താണ് എന്ന് വീണ്ടും ജന്മം പ്രാപിച്ചതായിട്ടുള്ള ഒരു ദൈവപൈതലിന് അവരുടെ ഹൃദയങ്ങളെ പരിശോധിക്കുമ്പോൾ അറിയുവാനായിട്ട് സാധിക്കും. വീണ്ടും എട്ടാം അധ്യായത്തിന്റെ തന്നെ 17-18 വാക്യങ്ങളിൽ വായിച്ചാൽ, നാം മക്കളെങ്കിലും അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പോൾ ഇവിടെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിനെ കൂട്ടവകാശികളും ആണ് നാം. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും. അപ്പോൾ ക്രിസ്തുവിന് എന്തെല്ലാം ഉണ്ടോ, നിത്യതയിൽ എന്തെല്ലാം ഉണ്ടോ, അതിനെല്ലാം നമുക്ക് ഒരു കൂട്ടവകാശം തന്നിട്ടുണ്ട്. വീണ്ടും ജന്മം പ്രാപിച്ച എല്ലാവർക്കും ഒരു കൂട്ടവകാശം, ജോയിന്റ് ഓണർഷിപ്പ്, കൂട്ടാധാരം എന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. 4 പേരുടെ പേരിൽ ഒരു ആധാരം കൂട്ടാധാരമായിട്ട് രജിസ്റ്റർ ചെയ്താൽ ആ 4 പേർക്കും ആ ആധാരപ്രകാരമുള്ള വസ്തുവിൽ തുല്യ അവകാശമാണ് എന്ന് പറഞ്ഞതുപോലെ ദൈവമക്കൾ, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന് സ്വർഗത്തിൽ എന്തെല്ലാം അവകാശങ്ങളുണ്ടോ അതിനെല്ലാം കർത്താവിനോടുകൂടെ തുല്യ അവകാശമാണ്. അപ്പൊ കർത്താവ് കുറെ കഷ്ടങ്ങൾ ഈ ലോകത്ത് ജീവിച്ചപ്പോൾ അനുഭവിച്ചു, അല്ലേ? അതിനും നമുക്കൊരവകാശമുണ്ട്. നമുക്ക് കർത്താവ് അനുഭവിച്ചതായിട്ടുള്ള കഷ്ടങ്ങളുടെ ഷെയർ നമുക്ക് വേണോ? അത് വേണ്ട, അത് നമുക്ക് സ്വീകാര്യമല്ല, അത് നമുക്ക് വേണ്ട. പക്ഷേ നമുക്ക് കർത്താവ് സ്വർഗത്തിലുള്ളതിനെല്ലാം നമുക്ക് വേണം. പക്ഷെ കൂട്ടവകാശം എന്ന് പറയുമ്പോൾ കർത്താവ് കടന്നുപോയ എല്ലാ കാര്യത്തിനും നമുക്കൊരവകാശമുണ്ട്. അതാണ് പിന്നീട് പറയുന്നത്, നാം അവനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പൊ കർത്താവിനോട് കൂടെ കഷ്ടം അനുഭവിച്ചാലാണ് കർത്താവിനോട് കൂടെ തേജസ്കരിക്കപ്പെടുവാനായിട്ട് സാധിക്കുക. കർത്താവ് എന്നാ കഷ്ടം അനുഭവിച്ചേ? നമ്മുടെ ക്രോണോളജിക്കലി പറഞ്ഞാൽ, ചരിത്രപരമായിട്ട് നമ്മൾ പറഞ്ഞാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലേ? ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പാ. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ.
അവനോട് കൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. അപ്പം അവനോടുകൂടെ കഷ്ടം അനുഭവിക്കണമെങ്കിൽ നാം അവനോടുകൂടെ ജീവിക്കണം. അതാണ് ഒരു മനുഷ്യന് വീണ്ടും ജനനത്തെങ്കിൽ നാം ക്രിസ്തുവിനോട് ചേരുന്നു, ക്രിസ്തു നമ്മിൽ വസിക്കുന്നു, നാം ക്രിസ്തുവിൽ വസിക്കുന്നു എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണ് അവിടെ. അപ്പോൾ കർത്താവ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ നാം കടന്നു പോകുന്നതായിട്ടുള്ള എല്ലാ കഷ്ടങ്ങളും കർത്താവിനോട് കൂടെ കഷ്ടം അനുഭവിക്കുന്നതാണ്. നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഉണ്ടോ? നമ്മളങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. ദൈവം എനിക്ക് എന്തോ കഷ്ടം വരുത്തി, ദൈവം എന്നെ തള്ളിക്കളഞ്ഞു എന്നൊക്കെയാ ചിന്തിക്കാറുള്ളത്, അല്ലേ? എന്നാൽ നാം കർത്താവിൽ വസിക്കുകയും കർത്താവ് നമ്മിൽ വസിക്കുകയും ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്നതായിട്ടുള്ള കഷ്ടങ്ങൾ കർത്താവിനോട് കൂടെ കഷ്ടം സഹിക്കുന്നതാണ്. അത് കർത്താവിനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് ആവശ്യമാണ്. അപ്പോൾ എനിക്ക് കർത്താവിന്റെ കഷ്ടം വേണ്ട എന്നൊരാൾ പറഞ്ഞാൽ കർത്താവിനോട് കൂടെ തേജസ്കരിക്കപ്പെടുവാനായിട്ടുള്ള സാധ്യത അവിടെ അവസാനിച്ചു. നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ പല വീഴ്ചകളും അപകടങ്ങളും ഒക്കെ വന്നപ്പോൾ ചിലരൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താണ് നമ്മുടെ സഭയിൽ ഇങ്ങനെ സഹോദരന്മാർക്കൊക്കെ ഇങ്ങനെ ആപത്തും അനർത്ഥമൊക്കെ വരുന്നുണ്ടല്ലോ, എന്താണ് ഇതിന് കാരണം? പ്രിയമുള്ളവരെ, കർത്താവിനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം സഹിക്കാൻ ആവശ്യമുണ്ട്. നമ്മളെ കർത്താവ് കാണുന്നുണ്ട്, നമ്മെ സംബന്ധിച്ച ഒരു പരിപാടി കർത്താവിനുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് നമ്മളിൽ പല സഹോദരങ്ങളും. അത് നമ്മളിൽ പല സഹോദരങ്ങൾ എന്ന് പറയുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമായിരിക്കുന്ന സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ അവയവങ്ങൾ എന്ന് പറയുന്നതാണ് തുല്യം. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും വേദനയും പ്രയാസവും വരുമ്പോൾ അത് കർത്താവിനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് കർത്താവിനോട് കൂടെ സഭ ഒന്നാകെ കഷ്ടം സഹിക്കുകയാണ്. അപ്പോൾ കർത്താവിനോട് കൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിനാണ് നാം കഷ്ടം സഹിക്കുന്നത് കർത്താവിനോട് കൂടെയാണ് എങ്കിൽ അടുത്ത വാക്യം അല്ലെ, 18ാമത്തെ വാക്യം, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കണ്ടേ? കഷ്ടങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ വിചാരിക്കണ്ടേ? അയ്യോ പോയി തീർന്നു എന്നൊന്നുമല്ല. കഷ്ടങ്ങൾ വരുമ്പോൾ നാം ചിന്തിക്കേണ്ടത് ഒരു വലിയ തേജസ്സിലേക്ക് എന്നെ നടത്തേണ്ടതിന് വേണ്ടി, എന്നെ കൊണ്ടുപോകേണ്ടതിന് വേണ്ടി ദൈവം എന്നോട് കൂടെയിരുന്നല്ലേ, കർത്താവ് എന്നോട് കൂടെയിരുന്ന് ഞാൻ കർത്താവിൽ വസിച്ചുകൊണ്ട് ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ കർത്താവിന്റെ കരങ്ങൾക്കുള്ളിലാണ് ഞാൻ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടാവാറുണ്ടോ? ഇല്ല. പലപ്പോഴും നമ്മൾ പറയുന്നത് എന്താ? കർത്താവ് എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ തള്ളിക്കളഞ്ഞു. അല്ലല്ല, കർത്താവിന്റെ കരങ്ങൾക്കുള്ളിലാണ് നാം, അവനോട് കൂടെയാണ് നാം കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിക്കുന്ന, വിശ്വാസത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ വളരെയേറെ മാറേണ്ടതുണ്ട്. നാം ശരിക്കും വീണ്ടും ജനനം പ്രാപിച്ചവരാണോ എന്നുള്ളത് തന്നെ നാം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. നമ്മളെ പ്രത്യാശ നാം വെച്ചിരിക്കുന്നത്, നമ്മുടെ നങ്കൂരം നാം ഇട്ടിരിക്കുന്നത് ആ തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടന്നുപോയി നമുക്ക് വേണ്ടി പ്രത്യാശ ഉറപ്പിച്ചിരിക്കുന്നതായുള്ള കർത്താവിലേക്കാണോ നമ്മുടെ വിശ്വാസത്തിന്റെ നങ്കൂരം, നമ്മുടെ പ്രത്യാശയുടെ നങ്കൂരം നാം വെച്ചിരിക്കുന്നത് എങ്കിൽ അവിടുന്ന് നാം നങ്കൂരം ഇളകുകയില്ല. ഒരു പക്ഷെ ഒരു കൊടുങ്കാറ്റ് വന്നാൽ കപ്പലിൽ നിന്ന് ഇടുന്നതായിട്ടുള്ള ഒരു നങ്കൂരം അത് ഇളകാം, ഒരുപക്ഷെ ആ കപ്പലിനെ വലിച്ചുകൊണ്ട് പോകാം. എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് കടന്നു പോയിരിക്കുന്നവരായിട്ടുള്ള നമ്മുടെ കർത്താവിന്റെ അടുക്കലാണ് നമ്മുടെ നങ്കൂരമെങ്കിൽ ഒരിക്കലും അവിടെ ഒരു ഇളക്കമില്ല. അപ്രത്യാശയിൽ സ്ഥിരതയുള്ളവരായി ഇളകാതെ വിശ്വാസത്തിൽ നിലകൊന്നുകൊണ്ടാൽ നാം വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായിട്ട് തീരും. ആ വിശ്വാസത്തിന് പ്രവൃത്തികൾ ഉളവാക്കാതിരിക്കാൻ കഴിയുകയില്ല. നമ്മൾ തെറ്റിപ്പോകുന്നത് എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ ആ നങ്കൂരം അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ലോകത്തിൽ പലയിടത്തും നമ്മൾ നമ്മുടെ നങ്കൂരം വെക്കുന്നത് കൊണ്ടാണ് നമ്മൾ തെറ്റിപ്പോകുന്നത്. ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിലേക്കും നമ്മൾ ബന്ധിക്കപ്പെട്ടവരായിട്ട് ഇരിക്കുന്നത് കൊണ്ടാണ് നാം തെറ്റിപ്പോകുന്നത്. നമ്മൾ പ്രത്യാശയും വിശ്വാസവും ആ കർത്താവിലേക്ക്, ആ തിരശ്ശീലയ്ക്കകത്തേക്കൊന്ന് വെച്ചേ തെറ്റിപ്പോവില്ല.
അഥവാ വന്നാൽ അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായിരിക്കും. കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു, അഥവാ ഒരുവൻ പാപം ചെയ്തു പോയെങ്കിലോ. അപ്പോൾ അഥവാ അപൂർവമായിട്ട് മാത്രം സംഭവിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം ഇരിക്കുന്നത്. എന്നാൽ പാപത്തിൽ ജീവിക്കുന്ന, പാപത്തിൽ രസിക്കുന്ന ആളുകളായിട്ടാണ്, മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്ത ആളുകളായിട്ടാണ് നാം ഇരിക്കുന്നതെങ്കിൽ നമ്മുടെ നങ്കൂരം അവിടെയല്ല. നാം ഈ ലോകത്തിൽ കെട്ടപ്പെട്ടവരായിട്ട് നാം ഇവിടെ ജീവിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തില് ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. 9, 10 വാക്യങ്ങൾ. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിലല്ലോ, കർത്താവായ യേശുക്രിസ്തുവിൽ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നാം വസിക്കുമ്പോൾ നാം അവനിൽ പരിപൂർണരാണ്. എന്ന് വെച്ചാൽ നിഷ്കളങ്കരാണ്, വിശുദ്ധരാണ്, കുറ്റമില്ലാത്തവരാണ്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും മാറി അവനിലുള്ള നിർവ്യാജമായ ആ വിശ്വാസത്തിൽ നിന്നും മാറി നമുക്കൊരു പരിപൂർണതയില്ല, നമുക്ക് നിഷ്കളങ്കതയില്ല, നമുക്ക് കുറ്റമില്ലായ്മയില്ല, നമുക്ക് വിശുദ്ധിയില്ല. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വാസത്താൽ നാം വസിക്കുമ്പോൾ നാം നമ്മുടെ പ്രത്യാശ ആ തിരശ്ശീലയ്ക്ക് അപ്പുറത്തേക്ക് മാത്രം വെച്ചിട്ട് നമ്മുടെ നങ്കൂരം നാം അവിടെ കൊളുത്തിയിട്ടാൽ പിന്നെ കർത്താവായ യേശുക്രിസ്തുവിലാണ് നാം പോകുന്ന എല്ലാ വഴികളും കാറ്റുപോലെ കർത്താവ് നടത്തുന്നിടത്തേക്ക്, കർത്താവ് കൊണ്ടുപോകുന്നിടത്തേക്ക്, കർത്താവ് ചരിക്കുന്നിടത്തേക്ക് നമ്മൾ പോവുകയാണ്. നമ്മൾ ഒരിടത്തേക്കും ഒരു ബന്ധനങ്ങളും നമുക്കില്ല എങ്കിൽ കാറ്റ് പോലെ ആയാൽ അങ്ങനെയായിരിക്കും നമ്മുടെ ജീവിതം. അവിടെ നമ്മൾ പരിപൂർണരാണ്. അങ്ങനെ പരിപൂർണതയുള്ള ആളുകൾക്ക് മാത്രമേ കർത്താവിനോട് കൂടി നിത്യതയിലേക്ക് കടക്കുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ പ്രവൃത്തികൾ ശരിയാക്കിയിട്ട് വിശ്വാസത്തിൽ നിന്നും വിട്ടകന്ന് ശരിയായിട്ടുള്ള വിശ്വാസത്തിൽ, ശരിയായിട്ടുള്ള പ്രത്യാശയിൽ നാം നമ്മുടെ നങ്കൂരങ്ങളെ ഉറപ്പിക്കാതെ നമ്മുടെ പ്രവൃത്തികളൊന്ന് ശരിയാക്കി നിത്യതയിലേക്ക് കടക്കാമെന്ന് വിചാരിച്ചാൽ അത് പ്രവൃത്തികളിലൂടെയുള്ള രക്ഷ, അതൊരു വലിയ തെറ്റായിട്ടുള്ള ചിന്തയാണ്. നമുക്ക് ആർക്കും അല്ലെ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് കർത്താവായ യേശുക്രിസ്തുവിനാൽ നടത്തപ്പെടുന്നതായിട്ടുള്ള ആ ദാനമായിട്ട് നൽകുന്നതായിട്ടുള്ള രക്ഷ, അത് അല്ലാതെ മറ്റൊന്നും ദൈവത്തിന് മഹത്വം വരുത്തുന്നില്ല. ഇനി നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് രക്ഷ എങ്കിൽ മഹത്വം നമുക്കാണ്. പ്രവർത്തിക്കുവാനായിട്ട് മനുഷ്യർക്ക് ആർക്ക് സാധിക്കും? നമുക്കറിയാം, 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ എടുത്തിട്ട് അവർക്കെല്ലാവർക്കും ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലുള്ള ഒരു ചോദ്യപേപ്പർ ഇട്ട് കൊടുത്താൽ ആർക്കെങ്കിലും പാസ്സാകാൻ പറ്റുമോ? ദൈവം വെച്ചിരിക്കുന്ന നിലവാരം ഏറ്റവും ഉന്നത നിലവാരമാണ്. വിശ്വാസത്തിന്റെ പല പടവുകൾ, ചരിത്രപരമായിട്ടുള്ള, ഭൂഖണ്ഡപരമായിട്ടുള്ള, നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ തന്നെ നല്ല അച്ചടക്കമുള്ള കുടുംബങ്ങളിൽ ജനിക്കുന്നതായിട്ടുള്ള കുട്ടികളുണ്ട്. ചേരികളിൽ ജനിച്ച് യാതൊരു പ്രമാണമില്ലാത്തതായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ജീവിക്കുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അവരുടെ പ്രവൃത്തികൾ, അവർക്ക് പ്രവർത്തിക്കുവാനായിട്ട് അവരുടെ പശ്ചാത്തലങ്ങൾ പോലും വ്യത്യാസമാണ്. ഒരു ചേരിയിൽ ജനിച്ചതായിട്ടുള്ള കുഞ്ഞിന് വേണമെങ്കിൽ ദൈവത്തോട് ചോദിക്കാം. എന്ത് ചോദിക്കാം? എന്നെ അതുപോലെ മോശമായിട്ടുള്ളൊരവസ്ഥയിൽ ജനിക്കുവാനായിട്ട് വിട്ടിട്ട് ഒരു നല്ല കുടുംബത്തിൽ ജനിക്കുന്ന ഒരാളുടെ അടുക്കൽ നിന്നും ആവശ്യപ്പെടുന്നതായിട്ടുള്ള പ്രമാണം എന്നിൽ നിന്ന് ആവശ്യപ്പെട്ടാൽ ദൈവമേ നീ നീതിമാനല്ല. അതുകൊണ്ട് പ്രവൃത്തികളല്ല മനുഷ്യന്റെ രക്ഷയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പ്രവൃത്തികളൊക്കെയും ആ വിശ്വാസത്തിന്റെ ഫലമാണ്. വിശ്വാസത്തിന്റെ ഫലമായിരിക്കണം നമ്മളുടേതായിട്ടുള്ള പ്രവൃത്തികൾ, ജഡത്തിൻ്റെതായിട്ടുള്ള പ്രവൃത്തികൾ. നിർജീവ പ്രവൃത്തികളെ കുറിച്ചുള്ള മാനസാന്തരം നമ്മൾ അടിസ്ഥാന ഉപദേശങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇബ്രാഹിം നമ്മൾ വായിക്കുന്നതാണ്. നിർജീവ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ദൈവിക ജീവൻ നമ്മളിൽ വ്യാപരിച്ചതിൽ നിന്നും ഉളവാകാത്തതായിട്ടുള്ള നമ്മുടെ ജഡത്തിൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള പ്രവൃത്തികൾ, അതിൽ നിന്നൊക്കെ നമുക്ക് മാനസാന്തരമാണ്. ഒരുപക്ഷെ നമ്മൾ ചെയ്യുന്ന പല പ്രവൃത്തികളും നമ്മുടെ ജഡത്തിൽ നിന്നാണെങ്കിൽ, ദൈവിക ജീവനിൽ നിന്നല്ല എങ്കിൽ അതൊക്കെ നിർജീവ പ്രവൃത്തികളാണ് എന്നുള്ളത് നാം മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തെ ഒന്ന് പരിശോധിക്കാം. നമ്മൾ പ്രവർത്തിച്ച് ഒരു കാലത്തും നിത്യതയിൽ എത്തിച്ചേരുകയില്ല. നമ്മുടെ വിശ്വാസം ശരിയാണോ? നമ്മളുടെ നങ്കൂരം ശരിയാണോ? നാം ആത്മാവിനാൽ ജലിച്ച് കാറ്റുപോലെ ബന്ധനങ്ങളില്ലാതെ ഫ്രീ ആയിട്ട് ദൈവഹിതത്തിന് വേണ്ടി ജീവിക്കുന്നവരാണോ? നമുക്ക് നിത്യതയുണ്ട്. നാം കർത്താവായ യേശുക്രിസ്തുവിൽ പരിപൂർണരാണ്, നിഷ്കളങ്കരാണ്, വിശുദ്ധരാണ്, കുറ്റമില്ലാത്തവരാണ്.
അവൻ്റെ പ്രത്യക്ഷതയിൽ നാം അങ്ങനെ വെളിപ്പെടുകയും നിത്യതയിലേക്ക് ദൈവം നമുക്ക് പ്രവേശനം തരികയും ചെയ്യും. ദൈവം നമ്മെ സഹായിക്കട്ടെ. വിശ്വാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതിൻ്റെ വഴികളെക്കുറിച്ച് നാം കൂടുതൽ വരുന്ന ദിവസങ്ങളിൽ ബോധ്യമുള്ളവരായി കർത്താവിൻ്റെ ഇഷ്ടത്തിനായി കാറ്റുപോലെ ജീവിക്കുന്ന ആളുകളായി നമുക്ക് തീരാം. അവൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.